നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ആശ്വാസവാക്കുമായിട്ട് വരുന്നവരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭാര്യയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങൾ വീട്ടിലേക്ക് വാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ സ്ത്രീക്ക് ഇത് ഒരു സമയം കഴിഞ്ഞാൽ മനസ്സിലാക്കി അച്ഛൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ശരിയായില്ല, അല്ലെങ്കിൽ ശരിയല്ല എന്ന് മനസ്സിലായിട്ട് ഇവർ ടോട്ടലി ഈ അച്ഛനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ പറയുന്നത് ഒരു വൈദികനിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമോ എന്ന് അവർക്കങ്ങ് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നി. എന്നാൽ ഈ മനുഷ്യനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്, പബ്ലിക്കിൻ്റെ മുന്നിൽ നല്ല ഫിഗറുള്ള, അല്ലെങ്കിൽ നല്ല ഒരു ഇമേജുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് ഈ സ്ത്രീ ഇങ്ങനെ ഭയങ്കര വിഷമത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു ആശ്വാസ വാക്കിനായിട്ട് പോയിട്ട് അയാൾ നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ഹാക്കേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ തന്നെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് നമ്മളയക്കും. പക്ഷേ അയാളാകണമെന്നില്ല, നിങ്ങൾ പോയി നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇവർ ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവനും ഫോണിൽ കൂടെ ഉള്ളൂ, അപ്പുറത്ത് നിന്ന് കാണുന്നൊന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനല്ല, ഇവരെപ്പോഴും വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. അപ്പോൾ അത്ര ധൈര്യത്തിൽ ഒരാൾ വിളിക്കണമെങ്കിൽ ഈ മനുഷ്യൻ തന്നെ ആയിട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല. രണ്ടാമത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ നല്ല ഇമേജിൻ്റെ പിന്നിലും ചിലപ്പോൾ ഒരാൾ മോശം ഇമേജ് കാണും. ഒരാളുടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു 10 മിനിറ്റ് ഒരു വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു മതപ്രഭാഷണം കേൾക്കുന്നതുകൊണ്ട് ആ ആൾ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എത്രയോ ആൾക്കാർ നല്ല സുവിശേഷം പറയുന്നതും ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചാരിറ്റി മറ്റു കാര്യങ്ങൾ ചെയ്ത് ഇങ്ങേ സൈഡിൽ കൂടെ വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു പ്രശ്നം, അത് ആണായാലും പെണ്ണായാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ അവരെ ബ്ലോക്ക് ചെയ്തേക്കുക, അവരെ പെർമനൻ്റ്ലിയായിട്ട് നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ പറഞ്ഞേ, പലർക്കും വരാം, ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. വരുമ്പോൾ നല്ല തന്ത്രപരമായിട്ട് തന്നെ നീങ്ങുക. താങ്ക് യു.